ഹലോ, നീ നാളെയല്ലേടി എൻജോയ്മെന്റിന് പോകുന്നത്? ഞാൻ പെട്ടെന്ന് നിന്റെ കാര്യം ഓർത്തപ്പോൾ വിളിച്ചതാ. ആ എൻ്റെ സമയത്ത് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. അത് കാരണം ഞാൻ ഒട്ടും എൻജോയ് ചെയ്തില്ലടി. അന്ന് ഈ പുള്ളിയുടെ വീഡിയോ ഒന്നും ഇറങ്ങിയിട്ടും ഇല്ലേ, നമുക്കൊട്ടും ഈ ഒരു അറിവും ഇല്ല. പുള്ളി ഇത് പറയുമ്പോഴല്ലേ നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അന്നിങ്ങനൊരു വീഡിയോ ഇല്ലാഞ്ഞുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. ഈ 9 മാസം നമുക്കെന്തോ മാറാ രോഗമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ലേബർ റൂമിൽ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒട്ടും എൻജോയ് ചെയ്തില്ല. 2 ഡെലിവറിക്കും മണിക്കൂറുകൾ വേദന എടുത്ത് കരഞ്ഞതല്ലാതെ എനിക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റിയില്ലടി. നിനക്കിപ്പോൾ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് ഹെൽപ്ഫുള്ളായില്ലേ? ശരിക്കും എൻജോയ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ 12 മണിക്കൂറോ ചിലപ്പോൾ ഒരു ഫുൾ ഡേ ഒക്കെ ആ ഒരു പെയിൻ കാണും. അതൊന്നും പെയിൻ അല്ല, അതൊക്കെ ആസ്വദിക്കാനുള്ളതാ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ടത് PV ചെയ്യുമ്പോഴും പുഷ് ചെയ്യുമ്പോഴും കേട്ടോ. അത് നീ ഒട്ടും മറക്കരുത്. PV ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങോട്ടും നമ്മൾ വിചാരിക്കും നമ്മുടെ നല്ല ജീവൻ പോകുന്നതെന്ന്. അല്ല, അതൊക്കെ എൻജോയ്മെന്റിനുള്ള ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ ആസ്വദിച്ചാലേ മാതൃത്വമുള്ളൂ. ഞാനത് മിസ് ചെയ്തെന്നേ. നിനക്കിപ്പോൾ ലക്കുണ്ടല്ലോ, പുള്ളിയുടെ വീഡിയോ ഇറങ്ങിയുണ്ട്. ഇപ്പോൾ 12 മണിക്കൂർ വേദനയൊക്കെ സഹിച്ച് കഴിയുമ്പോഴും ഡെലിവറി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയും സെർവിക്സ് ഡൈലേറ്റ് ആയിട്ടുള്ള നമുക്ക് C-സെക്ഷൻ ചെയ്യാമെന്ന്. നീ അപ്പം തന്നെ അങ്ങ് എതിർത്തേക്കണം. നീ പറയണേ ഞാൻ ആസ്വദിച്ച് പറ്റോളാം, വെറുതെ എൻ്റെ വയറൊന്നും കുത്തിക്കയറുണ്ടാന്ന്. ഞങ്ങളുടെ ഇവിടെ ഒരു അമ്മ പണ്ട് പ്രസവവും കഴിഞ്ഞ് ഈസി ആയിട്ട് പ്രസവിച്ചെന്നേ. പ്രസവവും കഴിഞ്ഞ് അവരുടെ ബ്ലീഡിങ്ങും വേദനയും ഒന്നും കാര്യമാക്കാതെ 2 കിലോ നെല്ല് കുത്തി. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയല്ലേ. നമ്മളെന്തിനാ വെറുതെ ആശുപത്രിക്കാർക്ക് കാശുണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ? നീ എന്തായാലും എൻജോയ് ചെയ്യണം കേട്ടോടെ. ഇത് കഴിഞ്ഞാലും എൻജോയ്മെന്റാ. രാത്രിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തുണ്ടല്ലോ. അപ്പൊ എന്തായാലും എൻജോയ്. ഓക്കെ മോളെ, ഹാപ്പി ഡെലിവറി. ബൈ. കഷ്ടം.